ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുകയാണ്. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിനകത്തു നിന്ന് പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെ ദിവസങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ആഴ്ചകളായിരിക്കണം, അല്ലെങ്കിൽ മാസത്തിലെങ്കിലും ഒരു തീരുമാനമെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. ചില തീരുമാനങ്ങൾ നമ്മൾ അല്പം പുറകോട്ട് പോയെന്ന് വരാം. പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് എപ്പോഴെങ്കിലും വചനം കേൾക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും ആ സമയത്ത് നമ്മൾ പണ്ടെടുത്ത തീരുമാനം ഒന്നുകൂടെ റിന്യൂ ചെയ്യുവാനും സാധിക്കും. ഞാൻ കട്രായിലായിരിക്കുന്ന സമയത്താണ് തീരുമാനമെടുത്തത്. ഞാൻ ഇനിയും മറ്റുള്ള ദൈവദാസന്മാരുടെ കുറ്റം പറയുകയില്ല. പക്ഷേ പറഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല, പറയുന്ന ഈ ദൈവവേലക്കാർക്കൊക്കെ ഒരു കാര്യമുണ്ട്. പാസ്റ്റർമാരെല്ലാം കൂടെ ആഹാരം കഴിഞ്ഞ് വെച്ച് കസേരയൊക്കെ പിടിച്ചിട്ടിരുന്നു വെച്ച് പിന്നെ അവരുടെ കുറ്റം, പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തവരുടെ എല്ലാം കൂടെ കുറ്റം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ ഞാനും ചിരിച്ചു പോയിട്ടുണ്ട്. ചിലപ്പം ഈ തീയ്ക്കകത്തോട്ട് ഒരു വറകഷ്ണം എടുത്തിടുന്നത് പോലെ ഞാനും എനിക്കറിയാവുന്ന ഒരു അനുഭവം പറഞ്ഞെന്ന് വരാം അവരെപ്പറ്റി. എന്നിട്ട് ഒന്നിച്ച് ചിരിക്കും. അന്ന് ഞാൻ തീരുമാനിച്ചു, പക്ഷെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കൽ 1991 ഞാൻ ഡൽഹിയിലായിരിക്കുന്ന സമയത്തൊരു തീരുമാനമെടുത്തു. ഇനിമേലാൽ ഞാൻ മറ്റുള്ള ദേവദാസന്മാരുടെ കുറ്റം പറയത്തില്ല, എൻ്റെ വീട്ടിൽ പറയത്തില്ല. അങ്ങനെയാണ് ഞാൻ ഭിത്തിയിൽ എഴുതി വെച്ചത്, പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് സമ്മൺ ഹൂ ഇസ് നോട്ട് പ്രസൻറ്റ് ഹിയർ. അതുപോലെ മുദ്രാവാക്യം വളരെ വളരെ വിപ്ലവം ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യമായിരുന്നു. അതുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇന്ന്, അടുത്ത ആഴ്ച, അതിനടുത്ത ആഴ്ച എൻ്റെ മാത്രമല്ല മറ്റുള്ള ദൈവദാസന്മാരുടെയും വിശുദ്ധ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ എടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം അബ്രഹാമിൻ്റെ ജീവിതം പഠിക്കുകയായിരുന്നു. നമുക്ക് സാവധാനത്തിൽ ഇന്ന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ അവസാനത്തിൽ വന്ന് നമ്മൾ നിർത്തുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്കൊരു മോനുണ്ടാകും. ഈ വേലക്കാരൻ്റെ, നിൻ്റെ ദാസൻ്റെ മകൻ, ദാസനായിരിക്കത്തില്ല നിൻ്റെ സ്വത്തിൻ്റെ അവകാശി, നിൻ്റെ മക്കളായിരിക്കും. ഇനിയും പറയുന്ന ഉപദേശവും അന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മക്കൾക്കായിരിക്കണം, ചേട്ടൻ്റെ മക്കൾക്കല്ല, പെങ്ങളുടെ മക്കൾക്കല്ല. ബാക്കിയുള്ളവരെയൊക്കെ സഹായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ സമ്പാദ്യം, യാക്കോവും പറയുന്നുണ്ട്, ഇനി ഞാൻ എന്നാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കണം കേട്ടോ. അത് നിങ്ങളുടെ മക്കൾക്ക് വിട്ടിട്ട് പോകണം. നിങ്ങളുടെ സ്വത്ത് വല്ലവരും കൊണ്ടുപോകരുത്, നിങ്ങളുടെ അടുത്ത വീടുകളിലേക്ക് പോകരുത്. അധികം വിശദീകരിക്കുന്നില്ല, ആരാധനയാണല്ലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ട് എനിക്കിത് അറിയാനൊക്കും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷേ ചോദ്യം ചോദിച്ചു ദൈവം മടങ്ങത്തില്ല. ദൈവം മനുഷ്യനൊന്നുമല്ല പെട്ടെന്ന് മടങ്ങാനായിട്ടല്ലേ. ചില അധ്യാപകർ പറയും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന ഒരാൾ ഇരുന്ന് കസേരയിലിരുന്നു. ഞങ്ങളെല്ലാം താഴെ ഇരിക്കുകയാണ്. അദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഞാൻ ഏതാണ്ട് ചോദ്യം ചോദിക്കരുത്, പറയുന്നത് കേട്ടാൽ മതി. അങ്ങനെ പറയുന്നവരെയും ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റ്. ചോദ്യം ചോദിക്കാൻ സകലർക്കും അവകാശമുണ്ട്. ദൈവം പിണങ്ങിയില്ലല്ലോ. പറഞ്ഞു, എന്താണ് ഇനി എന്തുകൊണ്ടറിയാം. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരു പശുക്കിടാവിനെയും 9-ാമത്തെ വാക്യം, അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരികയെന്ന് കൽപ്പിച്ചു. എന്നിട്ട് അതൊക്കെ കൊണ്ടുവച്ചു. 10-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നിട്ട് ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ബാക്കിയുള്ളതിനൊക്കെ പിളർന്നു, പക്ഷികളെ പിളർന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിളർക്കേണ്ടതായിരുന്നു. വേദപുസ്തകത്തിൽ അവിടെയെങ്ങും അതിന് മുമ്പെങ്ങും എഴുതിയിട്ടില്ല. പിന്നെ എഴുതിയിരിക്കുന്നത് ലേവ്യ പുസ്തകം 1:17 പക്ഷേ അതിൻ്റെ അർത്ഥം എഴുതിയിട്ടില്ലെങ്കിലും അന്നൊരാചാരം ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു കാണും, അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞു കാണും, പക്ഷികളെ കൊണ്ടുവരുന്ന സമയത്ത് പിളർന്നിരിക്കണം. അവൻ ചെയ്തില്ല. ഇല്ലേ, ദൈവം എന്തെങ്കിലും. ഞാൻ യാക്കോബ സൺഡേ സ്കൂളിലാണ് പോയത്. ഞങ്ങൾ യാക്കോബക്കാരായിരുന്നു. അന്നത്തെ കാലത്ത് യാക്കോബ ഓർത്തഡോക്സ് ഒന്നാണ്, പിരിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ അയക്കുന്ന സമയത്ത് പഠിപ്പിച്ച എല്ലാം ഞാൻ മറന്നുപോയി കേട്ടോ. സൺഡേ സ്കൂളിൽ അവിടെ അങ്ങനെ വേദപുസ്തകമല്ല അന്നത്തെ കാലത്ത് അധികം പഠിപ്പിച്ചുകൊണ്ട്. ഇന്ന് കാലമൊക്കെ മാറിയെന്ന് എനിക്കറിയാം. അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നൊക്കെ സഭാചരിത്രമാണ്, ആചാരങ്ങളെ പറ്റിയാണ്. അപ്പോൾ കുമ്പസാരത്തെപ്പറ്റി പറയുന്ന സമയത്ത് ഒരു പാഠം ഉണ്ടായിരുന്നു, ചോദ്യം ഉണ്ടായിരുന്നു. പാപം എന്നാൽ എന്താ? വളരെ സരളമായിട്ട് പറഞ്ഞു. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നതാണ് പാപം. വളരെ സരളം അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്യണം. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ അപ്പച്ചൻ പറഞ്ഞാലും അമ്മാച്ചൻ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ചെയ്യരുത്.
ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുകയും വേണം. അവൻ പക്ഷികളെ പിളർന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? താഴോട്ട് പറഞ്ഞു. താഴോട്ട് നമുക്ക് നോക്കാം. പക്ഷികളെ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. ഭീതി വന്നു, അന്ധതമസ്സം വന്നു. എന്തുകൊണ്ടാണ് വന്ന്? താഴെ ദൈവം അവനെ ശിക്ഷിച്ചു. എന്തുകൊണ്ടാണ്? പക്ഷികളെ പിളർക്കാതെ ഇരുന്നതിനാൽ. നമ്മുടെ ജീവിതത്തിനകത്ത് ശ്രദ്ധിക്കണം, എന്തെങ്കിലും പാപമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഉപവാസം എടുക്കും, എല്ലാ വർഷത്തിലും ഉപവാസം എടുക്കും. 2023 ഉപവാസം എടുക്കാൻ ഒത്തിരി അത്രയ്ക്ക് ധൃതിയായിരുന്നു. ഓടി നടന്ന് വേല ചെയ്യുകയായിരുന്നു. 24 ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, 10 ദിവസം ഡേറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. എന്തിനാ ഉപവാസം? എൻ്റെ ജീവിതത്തിനകത്തും പിളർക്കാത്ത ഏതെങ്കിലും പ്രാവുണ്ടോ? കർത്താവ് പറഞ്ഞിട്ടും ചെയ്യാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിലുണ്ടോ അവൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പേഴ്സിനകത്തുണ്ടോ? എൻ്റെ ജീവിതത്തിനകത്തുണ്ടോ? എൻ്റെ ഫോണിനകത്തുണ്ടോ? എല്ലാം നോക്കും. നമ്മളെല്ലാവരും അങ്ങനെ നോക്കണം. പിളർക്കാതെ ഇരുന്ന, എന്തുകൊണ്ടാണ് പിളർക്കാതെ ഇരുന്നത്? അബ്രഹാം കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കാണും. പ്രാവിന് പിത്തം എന്ന് പറയുന്ന, കട്ടെന്ന് പറയും അല്ലേ? പിത്തം വടക്കേന്ത്യയിൽ പിത്തെന്ന് പറയും, നമ്മുടെ നാട്ടിൽ കട്ടെന്ന് പറയും അല്ലേ? കരളിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ചെറിയൊരു അവയവമാണ്. കോഴിക്കുണ്ട്, താറാവിനുണ്ട്, പശുക്കൾക്കുണ്ട്, ആടിനുണ്ട്. എന്നാൽ കട്ടില്ലാത്ത ഒരു ജീവിയാണ് പ്രാവ്. അപ്പോൾ വിചാരിച്ചടാ, ഇതിനകത്ത് ദോഷമായിട്ടൊന്നുമില്ലല്ലോ, കയ്പിൻ്റെ അനുഭവം ഇല്ലല്ലോ, ക്രൂരതയില്ലല്ലോ, പ്രതികാരമില്ലല്ലോ, പിന്നെ ഇതിനെ പിളർന്നില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ പറയും, ഈ ചേരക്കള്ളൊക്കെ കുടിച്ചോ എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, ഇളംകള്ള് നല്ലതാണ് കേട്ടോ, നല്ല ഒന്നാം തരമാണ് ഇളംകള്ള്, കുടിച്ചോ. നിൻ്റെ എന്നുള്ള ബഹുമാനത്തോടെ പറയാണ്, നിൻ്റെ മോൻ വിസ്കി അടിച്ചും ചേരും, ചാരായ അടിക്കുമ്പോൾ ചേരും, അപ്പച്ച അന്നേരം പിണങ്ങരുത്. നീ കള്ള് കുടിച്ചു, നീ ബിയർ കുടിച്ചു, അവന് ചില കാര്യമായിട്ടുള്ളത് കുടിച്ചു, എന്തോ കുഴപ്പം അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം, പ്രാവുകളെ നമ്മൾ പിളർന്നാൽ ദൈവത്തിനിഷ്ടം. ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. അതാണോ ശരി? വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, അതാണോ ശരി, ഇതാണോ ശരി? 2 എക്സ്ട്രീമുണ്ട്. എന്ത് വേണേലും ധരിക്കാം അല്ലേ? എങ്ങനെ വേണേലും ധരിക്കാം. മറ്റേത് ഒത്തിരി സ്ട്രിക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകണം. അതിലേക്കൂടെയും പോകണ്ട, ഇടത്തൂടെയും പോകണ്ട, വലത്തൂടെ, ഇടയ്ക്കൂടെ പോകണം. പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചെയ്യാൻ ഒക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യാനൊക്കാത്തത് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, ചെയ്യാനൊക്കാത്തത്, ചിലർക്ക് ചെയ്യാനൊക്കാത്ത കാര്യങ്ങളുണ്ട് കേട്ടോ, എനിക്കറിയാം. പക്ഷേ എളുപ്പം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. വിചാരിച്ചോ, ഒരു സ്ഥലത്തെ ഒരു വലിയ വേറൊരു മതത്തിൻ്റെ ടോപ്പിലിരിക്കുന്ന ഒരാളിൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. അവർക്ക് സ്നാനപ്പെടാനൊക്കെ ഭർത്താവും പറഞ്ഞിരിക്കുക, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വീട്ടിലോട്ട് വരരുത്, ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോണം, ആ സ്നാനപ്പെടുത്തിയ ആളുടെ കൂടെ അങ്ങ് പൊയ്ക്കോണം. ഒരു ദിവസം 10-21 പേര് വന്ന് കയറി. ഞങ്ങൾ 10-ാം കോട്ടായിരിക്കുന്ന സമയത്ത്, വടക്കേരിയിലെ നായന്മാരാണ്, അവരുടെ സ്ത്രീകളാണ്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്നാനപ്പെടാൻ തയ്യാറാണ്, പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞും വെച്ച് ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ വീട്ടിൽ സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ കെട്ടുതാലി പറിക്കണം. അതായിരുന്നു പ്രശ്നം. അപ്പോൾ എൻ്റെ കൂടെ 1-2 സൂപ്പർ പെന്തിക്കോസുകാരുണ്ട്, നല്ല മനുഷ്യർ കേട്ടോ. അവർ പറഞ്ഞില്ല, അവരുടെ ആഭരണം ഊരിയിട്ട് സ്നാനപ്പെടുത്തിയാൽ മതി. അവർ പറഞ്ഞു, ഞങ്ങൾ ഊരാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ ഭർത്താവ് വീട്ടിൽ കയറ്റത്തില്ല, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അടയാളമാണ്, ഇവിടെ വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ പറഞ്ഞു, ഇല്ല അവരെ സ്നാനപ്പെടുത്തിയാട്ടെ. അപ്പം നമുക്ക് ചെയ്യാനൊക്കുന്നത് കൊണ്ട് ചെയ്യാനൊക്കാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളെവിടെയെങ്കിലും പോവുക, ഒരാൾ വഴി ചോദിക്കുക, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 1 മൈൽ ചോദിച്ചാൽ അവൻ്റെ കൂടെ 2 മൈൽ കൂടെ പോകണം. നമുക്ക് എപ്പോഴും ചെയ്യാനൊക്കുന്ന കാര്യമാണ്. വഴി ചോദിക്കുന്നവർക്കൊക്കെ കൂടെ നടക്കുന്നത്. നമ്മളെക്കൊണ്ട് ചെയ്യാനൊക്കുന്നത് ചെയ്തു കൊടുക്കണം, പറയാനൊക്കുന്നത് പറഞ്ഞു കൊടുക്കണം അല്ലേ? എൻ്റെ പപ്പ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആപ്തവാക്യമാണ്, മോനെ എടുത്തു കൊടുക്കാനൊത്തില്ലെങ്കിലും ചൂണ്ടിക്കാണിക്കെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിലരുടെ കല്യാണമൊക്കെ നടത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ. പ്രാവിനെ പിളർന്നിരിക്കണം, നിൻ്റെ ബുദ്ധി ഉപയോഗിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണം. അതുകൊണ്ട് അവന് ഗാഢനിദ്ര വന്നു, അവന് പരിഭ്രമം ഉണ്ടായി അല്ലേ? അബ്രഹാമിന് ഭീതിയും ഭയം ഉണ്ടായി. ഹല്ലേലൂയ. പാപം ചെയ്തു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. ചിലപ്പോഴൊക്കെ വരും, നിൻ്റെ ഈ തെറ്റുകൊണ്ടല്ലയോ, നീ ഇത് ചെയ്തതുകൊണ്ടല്ലയോ അല്ലേ? അങ്ങനെ വേദപുസ്തകം പറയുന്നുണ്ട്. നീ എൻ്റെ പാപം ഓർപ്പിക്കാനാണോ വന്നത്? പ്രവാചകനോട് വിധവ ചോദിച്ചതാ,
എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ പണ്ട് ഏതൊക്കെയോ തേറ്റിട്ടുണ്ടായി അതിൻ്റെ ഓർമ്മ വരികയാണ്. ഞാനൊരിക്കൽ ഒറീസയിൽ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. എൻ്റെ ആദ്യകാലമാണ്, ഒറീസയിൽ പോയ ആദ്യകാലമാണ്. 81 അല്ലെങ്കിൽ 82 ഞാനവിടെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അവിടെ അന്നത്തെ കാലത്ത് റാന്തൽ കെട്ടിത്തൂക്കിയാണ്, ഹരിക്കെയിൻ ലാമ്പ്, അത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കീഴിൽ ഒരു സ്ത്രീ വന്ന് നിൽക്കുകയാണ്. ഒരു കുഞ്ഞ് തോളയിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഒരു കുഞ്ഞ് അടുക്ക നിന്ന് കരയുന്നുണ്ട്. എല്ലാവരും പോയി കഴിയുമ്പോഴേ ഞാൻ ആ സ്ത്രീയെ കണ്ടത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എല്ലുമായിരുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് ഞാൻ ആദ്യം പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നുവെച്ച് അവരുടെയൊക്കെ ചോദിച്ചു, എന്താ കുഞ്ഞ് നീ എല്ലാവരും പോയിട്ട് നീ മാത്രം അവസാനം കയറി നിന്ന് എന്തുകൊണ്ടാണ് നേരത്തെ വരാഞ്ഞത്? അവൾ കരച്ചിലാണ്, ചുണ്ടുകളൊക്കെ മടക്കി പിടിച്ച കരയുകയാണ്. എനിക്ക് മനസ്സിലായി, പാപബോധം കൊണ്ട്. കാരണം ഞാൻ അന്ന് പറഞ്ഞു, വെറ്റ തിന്നുന്നത് പൊയില തിന്നുന്നത് തെറ്റാണ്, സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണ്. സിഗരറ്റ് വലിക്കണമെന്ന് ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ തലയിലൊരു പുകക്കുഴലിലൂടെ വെച്ചതിന് നീ നടന്നു പോകുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഈ പുകയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. നിനക്ക് മൂക്കുപ്പൊടി വലിക്കണമെന്ന് അന്നത്തെ കാലത്ത് മൂക്കുപ്പൊടി പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നിൻ്റെ മൂക്കിൻ്റെ ദ്വാരം താഴോട്ടായിരിക്കത്തില്ല മേളിലോട്ടായിരിക്കും, അപ്പോൾ മേളിലോട്ടിട്ട് കൊടുത്താൽ മതിയായിരുന്നു. നീ വെറ്റ തിരണമെന്നത് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് വാസ്തവത്തിൽ നിൻ്റെ പല്ല് വെളുത്തതായിരിക്കത്തില്ലായിരുന്നു, ചുമന്നതാക്കിയാൽ അപ്പോൾ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കുറ്റബോധമുണ്ടായിട്ട് ആ പെങ്കൊച്ചൊന്ന് കരയുകയാണ്. അതുകൊണ്ട് ഞാൻ കാണാതിരിക്കാനാണ് ഈ വെറ്റ മുറുകിയ ഇങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലെന്ന്. ഞാൻ പറഞ്ഞു, നിനക്കൊരു ഭയം, 2 പെൺകുട്ടികളാണ്. ഞാൻ പറഞ്ഞു, നീ എൻ്റെ യൗവനത്തിൽ നീ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഈ പെൺകുട്ടികളും അതെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ചില പാപങ്ങൾ നിങ്ങളുടെ പിന്മാലെ വരും. നിൻ്റെ പാപം നിന്നെ എത്തിപ്പിടിക്കുമെന്നാണ് എൻ്റെ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് പാപജീവിതം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെപ്പിറപ്പേ, പാപത്തോട് സലാം പറഞ്ഞിട്ട് പുതിയൊരു ജീവിതം നമ്മൾ നയിക്കണം. കർത്താവ് പറഞ്ഞതാണ്, ഞാൻ പുതിയ ജീവിതം തരും, സകലതും പുതുതാക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് അവന് ഭീതി വന്നു, അന്ധതമസ് വന്നു, ഇരുട്ട് വന്നു, കൂടെ തമസ് വന്നു, അവൻ്റെ മേൽ വീണു. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി ഒരു ശിക്ഷ വരികയാണ്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. എന്നാൽ അവർ സേവിക്കും. ആ ശാപം വരികയാണ്. പാപത്തിന് വില കൊടുക്കണം, അനുസരണത്തിന് അനുഗ്രഹം കിട്ടും, വില കിട്ടും. ഹല്ലേലൂയ. പാപത്തിന് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടൊരു ശാപം കിട്ടി. ആരുടെ കാര്യം കൊണ്ട്? തലമുറകൾക്ക് വരെ. ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, ദൈവത്തിൻ്റെ കിളെ നേരിട്ട് കാണുമായിരുന്നെങ്കിൽ ഞാനൊന്ന് പറയുമായിരുന്നു, ഈ തലമുറകളുടെ ശാപം ഒന്ന് മാറ്റിക്കിട്ടണം. കാരണം ഒരപ്പൻ ചെയ്ത തെറ്റിന് എന്തിന് മക്കൾ ശപിക്കപ്പെടണം? എന്തിന് കൊച്ചുമക്കൾ ശപിക്കപ്പെടണം? പക്ഷേ എൻ്റെ വേദപുസ്തകം പറയുന്നു, തലമുറകളുടെ ശാപം എന്നെയും നിന്നെ എത്തിപ്പിടിക്കാം. ചിലർ പറയും രക്ഷിക്കപ്പെടും, നമ്മുടെ തലമുറകളുടെ ശാപം എല്ലാം തീർന്നു. പക്ഷേ അത് കഴിഞ്ഞ് വെച്ച് ചെയ്യുന്ന പാപത്തിനോ? അത് കഴിഞ്ഞിട്ട് ഒരാളുടെ കല്യാണം മുടക്കി കളഞ്ഞാലോ? അത് കഴിഞ്ഞ് വെച്ച് ഒരു വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം മോഷ്ടിച്ചെടുത്താലോ? ഒരാളിനെ പറ്റി അപവാദം പറഞ്ഞു വരുത്തിയാൽ അതിന് ശാപമില്ലയോ? അത് തലമുറകളെ വരെ ബാധിക്കാം. ഒരു സഹോദരി എൻ്റെ അടുക്ക് വന്നും വെച്ച് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഒരിക്കൽ എവിടെയോ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം മാല ഊരി വെച്ചു, 5 പവൻ്റെ മാലയാണ്, അത് വെക്കേണ്ട സ്ഥാനത്തോട്ട് വെച്ചു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കാണുന്നില്ല. ഞങ്ങളുടെ വീട്ടിലൊരു പെന്തിക്കോസ്തുകാരൻ വേലയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അവർ പെന്തിക്കോസ്തുകാരല്ല, ഭക്തരാണ് കേട്ടോ, അസാധാരണ ഭക്തർ, എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. അവൻ വന്നു, അവനായിരിക്കും എടുത്തത്. അവന് മാത്രമേ ആ മുറി കയറാൻ അവകാശമുള്ളൂ, വേറെ ആരും കയറാൻ പാടില്ല. അപ്പോൾ അവനെടുത്തതാണ്. അവനൊക്കെ ചോദിച്ചിട്ട് പറയുന്നില്ല. പറയും, പെന്തിക്കോസ്തുകാരനായാലും പറയും, എടുത്തെങ്കിൽ പറയോ? ഇല്ല, പോലീസിൻ്റെ ഒക്കെ ചെന്ന് പറയും. അവരൊക്കെ പറഞ്ഞു, പോലീസിൻ്റെ ഒക്കെ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. പോലീസുകാരൻ വന്ന് വയറ്റത്തൊരിടി കൊടുത്തു. നിലവിളിച്ചുകൊണ്ടിരുന്നും വെച്ച് പറഞ്ഞു, എന്നെ പോലീസുകാരെ കൊണ്ടടുപ്പിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഗുണം വരത്തില്ല, ഇതിന് ശിക്ഷ അനുഭവിക്കാതെ പോകത്തില്ല. പറഞ്ഞപ്പോൾ ഞങ്ങൾ ശിക്ഷ അനുഭവിക്കുകയാണ്. എൻ്റെ മോന് ജോലിയില്ല, പഠിത്തമുണ്ട്, നല്ലപോലെ പഠിത്തമുണ്ട്, MBA പഠിച്ചതാണ്, നല്ലപോലെ ജോലിയുണ്ട്. എൻ്റെ മൂത്ത മോടെ വിവാഹം കഴിഞ്ഞ് പക്ഷേ മക്കളില്ല. 2ാമത്തെ മോടെ വിവാഹം നടക്കുന്നില്ല. 3ാമത്തെ മോക്ക് ഇരിക്കാൻ വയ്യ, താഴെ ഇരിക്കാൻ വയ്യ, ഇരുന്ന് വെച്ച് എഴുന്നേക്കാൻ വയ്യ. കല്യാണം കഴിഞ്ഞിട്ട് എന്തോ കൊടുക്കും, വേദന ഉണ്ട്. അപ്പോഴും ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സഹോദരിയോടൊക്കെ പറഞ്ഞു, പെങ്ങളെ ഒരു കാര്യം ചെയ്താട്ടെ, ആ പെന്തിക്കോസ്തുകാരനെ വിളിച്ചാട്ടെ, അവൻ ഒരു നേരത്തെ ചോറ് കൊടുത്താട്ടെ, ഞാൻ ചെയ്തിട്ടായി പറയുന്നത് കേട്ടോ, ഒരു ഷർട്ടും മുണ്ടും വാങ്ങിച്ചു കൊടുത്താട്ടെ, എന്നിട്ടൊരു 10 5 അന്നത്തെ കാലത്ത് 500 കിട്ടത്തില്ല കേട്ടോ, ഒരു 100 രൂപ 150 രൂപ കൊടുത്താട്ടെ, എന്നിട്ട് പറഞ്ഞാട്ടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച. അയ്യോ, നാണക്കേടാണോ വലുത്? അനുഗ്രഹമാണോ വലുത്?
എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ശാപം കിട്ടിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുന്നതിനുള്ള ചില ശാപങ്ങൾ നിങ്ങളെ പിൻപറ്റാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് തെളിവ് വേണോ? നിങ്ങൾ അനുഗ്രഹം ശാപവും നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുന്നുള്ള ഡെറിക് പ്രിൻസിൻ്റെ പുസ്തകം വാങ്ങിച്ച് വായിക്കണം. അതിനകത്ത് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്, ലോകം ഇന്ന് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ബാലൻസ്ഡ് തിയോളജി പറഞ്ഞ മനുഷ്യനാണ് ഡെറിക് പ്രിൻസ്. ചിലർ പ്രോസ്പെരിറ്റി ഗോസ്പൽ ആയിരിക്കും, ചിലർ കഷ്ടതയുടെ ആയിരിക്കും. അദ്ദേഹം വളരെ റീസണബിൾ ആയിട്ടുള്ള ബാലൻസ്ഡ് തിയോളജി പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹം അതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, ചില ശാപങ്ങൾ പിൻപറ്റാം, ചില ശാപങ്ങൾ നിങ്ങളെ പിൻപറ്റാം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അപ്പച്ചന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മച്ചിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് നിങ്ങളെ പിൻപറ്റുന്നു തോന്നിയാൽ അല്ലേ. ഒരു മൂത്തവൻ്റെ കല്യാണം നടന്നു, മക്കളില്ല. രണ്ടാമത്തവൻ്റെ കല്യാണം നടന്നു, ഡിവോഴ്സായി താമസിക്കുന്നു. മൂത്തമ്മയുടെ കല്യാണം കഴിഞ്ഞു, പക്ഷേ അവർക്ക് മക്കൾ. ഏതെങ്കിലുമൊക്കെ ഒരേ വിധത്തിലുള്ള ശാപങ്ങൾ നിങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ അത് തലമുറകളുടെ ശാപമായിരിക്കും. ഇനിയും എനിക്ക് സാക്ഷ്യങ്ങൾ പറയാനൊക്കും, എനിക്ക് അറിയാവുന്ന കഥകൾ നല്ലതുപോലെ പറയാൻ കഴിയും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചായിരിക്കട്ടെ ശാപത്തെ ഡീൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഭൂമിയിൽ കെട്ടിയിരിക്കുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അഴിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ആരോടാണോ തെറ്റ് ചെയ്തത്, ആരുടെയാണോ വസ്തുവക മോഷ്ടിച്ചത്, ആരുടെയാണോ മാല മോഷ്ടിച്ചത്, ആരുടെയാണോ പേഴ്സ് മോഷ്ടിച്ചത്, ആരുടെയാണോ വാച്ച് മോഷ്ടിച്ചത്, ആർക്കാണോ ദോഷം ചെയ്തത്, ആരുടെയാണോ അതിര് മോഷ്ടിച്ചത്, തിരികെ കൊടുക്കണം. ഹല്ലേലൂയ. ജ്യേഷ്ഠനായാലും അനിയനായാലും ഹല്ലേലൂയ. അതുകൊണ്ട് അവനൊരു ശാപം കിട്ടി. എന്തുകൊണ്ട്? പ്ലാവിനെ പിളർക്കാതെ ഇരുന്നതിനാൽ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. എന്തുകൊണ്ടാണ്? നീ യാഗം കഴിച്ചതിന് കാരണം. ഈ പറഞ്ഞതുപോലെ പ്രാവിനെ പിളർന്നില്ലെങ്കിലും ബാക്കിയൊക്കെ നീ കൊണ്ടുവന്നില്ലയോ? ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടുവന്നില്ലയോ? അതുകൊണ്ട് ഹല്ലേലൂയ. അനുസരണത്തിന് അനുഗ്രഹമുണ്ട്, പക്ഷെ ശാപത്തിനുമുണ്ട്. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അവരെ ശാപം എഴുതിയെടുക്കാം. നഹൂമിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരത്തില്ല. അതിന് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചതേ ഉള്ളൂ കേട്ടോ. വാക്യങ്ങളുണ്ട്. ഒന്ന് ട്രബിൾ, രണ്ടാമത്തെ അഫ്ലിക്ഷൻ. ഹല്ലേലൂയ. പീഡനം 2 പ്രാവശ്യം പൊങ്ങി വരത്തില്ല. ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചു. കണ്ടോ, അവരൊക്കെ പറയാണ്, നിങ്ങൾ മക്കൾ 400 വർഷം അവിടെ ശിക്ഷ അനുഭവിക്കും, പക്ഷേ അത് കഴിയുമ്പോൾ തിരികെ വരും. ഹല്ലേലൂയ. വളരെ സമ്പത്തോടുകൂടി വരും. എന്താ കാരണം? ഹല്ലേലൂയ. ആ ശാപത്തിന് ശേഷം ഒരു അനുഗ്രഹമുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം എവിടെയെങ്കിലുമൊക്കെ ഒരു കഷ്ടത തന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു ശിക്ഷ തന്നു കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തും ഒരു അനുഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിനക്ക് നിൻ്റെ മക്കൾക്ക് വേണ്ടി ശാപമില്ലാത്ത അനുഗ്രഹം നേടിയെടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശാപമില്ലാത്ത അനുഗ്രഹം തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശാപമില്ലാത്ത അനുഗ്രഹം നിങ്ങൾ നേടിയെടുക്കണം. മക്കൾക്ക് വിട്ടിട്ട് പോകണം. എനിക്ക് കൊടുക്കാൻ സ്വത്തില്ല. ഞാൻ ഇന്നലെ ഇരുന്ന് കണക്ക് കൂട്ടുകയായിരുന്നു. എൻ്റെ സ്വത്തെല്ലാം കൂടെ കൊടുത്തിട്ട് 9 മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുകയാണ്. ആ കൊച്ചുമക്കൾ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന രൂപ കൊണ്ട് 1 സെൻറ്റ് ഭൂമി വാങ്ങിക്കാനൊക്കെ ഒന്നുമില്ല. പോട്ടെ 2 സെൻറ്റ് ഭൂമി വാങ്ങിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നീതിയാണ്. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ്. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിച്ചതാണ്. എവിടെയെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ഷമ ചോദിക്കും. തലമുറകൾക്കുള്ള ശാപം ഉണ്ടാകുവാൻ ഇടയാക്കിയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നീ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. തെറ്റ് പറ്റിയെങ്കിൽ സാരമില്ല. 400 വർഷത്തിന് ശേഷം നിനക്കൊരു അനുഗ്രഹം വരും. നിന്റെ തലമുറകൾക്ക് അനുഗ്രഹം വരും. 16-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്, നമ്മുടെ പാപത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു വരും. അനുഗ്രഹത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു വരും. ഹല്ലേലൂയ. ശാപത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു വരും. അവരുടെ നിറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം ചിലരെ ശിക്ഷിക്കാത്തത്? ചില ദൈവമക്കളാണെങ്കിലും ശരി അഹങ്കാരികളായിരിക്കാം, മറ്റുള്ളവർ കുറ്റം പറയുന്നതായിരിക്കാം, ധിക്കാരികളായിരിക്കാം. എന്തുകൊണ്ട് അവരുടെ പേടിയോടെ പറയുകയാണ്, നിൻ്റെ പാപത്തിൻ്റെ പാനപാത്രം നിറയാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. വേറെ വാക്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. അവരുടെ പാനപാത്രം നിറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു.
സൂര്യൻ അസ്തമിച്ച ശേഷം 17-ാമത്തെ വാക്യം, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അവൻ തണുപ്പത്തിരിക്കുകയാണ്. തണുപ്പാണ്. ഇസ്രായേലിലൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അവിടെ തണുപ്പത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവം അവന് തീ കൊടുത്തു. എൻ്റെ ദൈവം അവൻ്റെ ക്രോധത്തിലും അവൻ നിന്നെ സഹായിക്കുന്നതാണ്. അവൻ്റെ ക്രോധത്തിലും കരുണയുണ്ട്. വേദപുസ്തകം പറയുന്നു അവൻ്റെ ക്രോധത്തിലും കരുണയുണ്ട്, അവൻ്റെ കോപത്തിനകത്തും കരുണയുണ്ട്. അതുകൊണ്ട് ക്രോധം വരാതിരിക്കാൻ ശ്രദ്ധിക്കാതെ ഇരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഓർത്തുകൊള്ളണം, അതിനിടയ്ക്ക് നിനക്ക് നന്മ ചെയ്യുന്നെങ്കിൽ പറയരുത്, ഓ എന്നാലും എന്ത് ഇവനെ സ്നേഹിക്കുന്നു. അതെ, അവൻ്റെ ക്രോധത്തിനകത്തും അവനൊരു പന്തം കടന്നുപോയി. ആ ഭാഗങ്ങൾ ഒരു തീച്ചുള കൊണ്ട് കൊടുത്തു, അവന് വെളിച്ചം കൊടുത്തു. ഇരുട്ടിനകത്ത് എൻ്റെ ദൈവം കരുണയുള്ളവനാണ്. നിന്നോട് കരുണ കാണിക്കും, നിൻ്റെ മക്കളോട് കരുണ കാണിക്കും, നിൻ്റെ കൊച്ചുമക്കളോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ ശിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവരൊക്കെ പറയാണ്, എവിടെയെങ്കിലുമൊക്കെ ശിക്ഷ വന്നു പോയിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നു 19-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 18-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. വെൺമണിയിലെ മർത്തോമക്കാരുടെ ഒരു സ്കൂളുണ്ടെന്ന് വിചാരിക്കുന്നു, ഒരു സ്കൂളുണ്ട്. അവിടെ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് പന്തളം പോളിടെക്നിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപ സ്വഭാവമൊക്കെ തിരികെ വന്ന് ഞാൻ ഷർട്ട് വാങ്ങിച്ചു. ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി. അവിടെ ഇരിക്കുമ്പോഴും കുറ്റബോധം ഉണ്ടായി. ഞാൻ തിരികെ വന്ന് കരഞ്ഞു, മാനസാന്തരപ്പെട്ടു. പക്ഷേ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു. അന്ന് ഞാൻ ആദ്യം രക്ഷിക്കപ്പെട്ടു. എനിക്ക് നല്ല ഉറപ്പാണ് അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടാണ്, നല്ല ഉറപ്പാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്മാറിപ്പോയി. എന്ത് പറ്റിയെന്നറിയാം? അടുത്ത 10 വർഷം, 19 മുതൽ 29 വയസ്സ് വരെയുള്ളത് 10 വർഷം, 10-11 വർഷം കഷ്ടതയുടെ വരും. ഞാൻ പട്ടാളത്തിലായിരുന്നു, കാൻറ്റീൻ മാനേജറായിരുന്നു. പൈസയൊക്കെ മോഷ്ടിച്ചൊക്കെ ഉണ്ട്. പെട്ടെന്ന് എല്ലാം കൂടെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ അവധിക്ക് നാട്ടിലുണ്ടായിരിക്കുന്ന സമയത്താണ് ഓയുക്കാരൻ ബേബി സാർ, ഒരു സർവേയറാണ്. അദ്ദേഹം വന്നു. ഞാൻ ആ കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും ജീവനോടുണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഫോണിനകത്ത് സംസാരിക്കുമ്പോൾ ഈ കഥ പറയും. അദ്ദേഹം വന്നിട്ട് പപ്പായെടുക്കെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു വാക്യമെടുത്ത് പ്രസംഗിച്ചു. അദ്ദേഹം പപ്പായെടുക്കെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയും എൻ്റെ അമ്മച്ചിയും കൂട്ടുകാരികളായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ആ സഹോദരി മറിയാമ്മ, ആ സഹോദരി ചിലപ്പോഴൊക്കെ വീട്ടിൽ വരും. ഞങ്ങളുടെ അമ്മച്ചി ചിലപ്പോൾ അങ്ങോട്ട് പോകും. ഈ ബേബി സാർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മലബാറിൽ ആ ഭാഗത്തെങ്ങാണ്ട് സർവേയറായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ് ഞാൻ കൈക്കൂലി വാങ്ങിക്കത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യം എടുത്ത് കാണിച്ചു. ഞാൻ അപ്പോൾ ദൂരെ ഇരുന്ന് കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് പോലെ. കാരണം പട്ടാളത്തിലെ കള്ളക്കണക്ക് എഴുതിയും വെച്ച് ഞാൻ രൂപ ഉണ്ടാക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു 11-ാമത്തെ വാക്യം, യെരമ്യാവിൻ്റെ പുസ്തകം 17 എഴുതിയെടുക്കണം. ഹല്ലേലൂയ. 17:11 ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ടു കൊടുക്കവൻ ഭോഷനായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് പോലെ തോന്നി. നീ ഇന്ന് പണം ഉണ്ടാക്കുക. അന്ന് ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കണക്കഴുതി രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടെറിക്കോട്ടൺ ഷർട്ട്, അന്ന് 30 രൂപയാണ് ഒരു ടെറിക്കോട്ടൺ അരക്കൈ ഷർട്ടിൻ്റെ വില. ഞാൻ കാൻറ്റീൻ മാനേജറായതുകൊണ്ട് എനിക്കറിയാം. അതും മോട്ടിച്ചെടുത്തതാണ് കേട്ടോ. കള്ളക്കണക്ക് എഴുതിയതാണ്. വയ്ക്കാതെ ഞാൻ എഴുതി വെച്ചു. വിറ്റെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചതാണ്. എൻ്റെയൊക്കെ പറഞ്ഞു, നിൻ്റെ മധ്യായുസ് ആ തിത്തിരിപ്പക്ഷിയെ പോലെ താനിടാത്ത മുട്ടയ്ക്ക് തിരുന്നിരിക്കുന്ന. നമ്മൾ താറാം മുട്ട വെക്കത്തില്ലേ? താറാം മുട്ട കൊണ്ടൊന്ന് അടവെക്കുന്നത് എവിടെ? താറാവിരിക്കത്തില്ല, കോഴിയുടെ കീഴിലാണ് വെക്കുന്നത്. ആ കോഴിയുടെ കീഴിൽ വെച്ച് കഴിയുമ്പം ജനിക്കും കോഴിയും ജനിക്കും, കുഞ്ഞുങ്ങളും. പക്ഷേ വെള്ളം കാണുമ്പം താറാവ് അങ്ങ് പോകും. കോഴിക്കുഞ്ഞ് കോഴി കൊടുത്തിട്ട് പറയും, മക്കളെ പോകല്ലേ, മുങ്ങിപ്പോ. അതതിൻ്റെ പോക്കിന് പോയി. ഞാൻ പറയും, നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്. താനിടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന പോലാവും, പക്ഷേ അത് പറന്നു പോകുന്നു. മധ്യായുസിൻ്റെ പകുതിക്ക് വെച്ച് അബദ്ധം പറ്റരുത്. എൻ്റെ പോയതാണ്, ഒരിക്കലല്ല 2 പ്രാവശ്യം പോയതാണ്. എൻ്റെ പപ്പായുടെ നിന്ന് രൂപ വരെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ മോട്ടിച്ചതിൻ്റെ 4-1 കൊടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്. എൻ്റെ മധ്യായുസിങ്കൽ നിന്നെ വിട്ടു പോകാൻ പാടില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് അവൻ കരുണ കാണിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അന്ന് യഹോവ അബ്രാഹാമിനോട് നിയമം ചെയ്തു, നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശം കൊടുക്കും. ഞാൻ ഒരിക്കൽ ഫ്രാത്തിനെ പറ്റി പ്രസംഗിച്ചതാണ്. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം കേട്ടോ. ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാപിക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാപിക്കണം. എൻ്റെ പപ്പ പല പ്രാവശ്യം ഞങ്ങളുടെയൊക്കെ പറഞ്ഞുകൊണ്ട് 100 പ്രാവശ്യം പറഞ്ഞാണ്, ഞങ്ങളുടെ മക്കളുടെയൊക്കെ പറഞ്ഞാണ്. എൻ്റെ മക്കൾക്കാർക്കും ദോഷം വരത്തില്ല. കാരണം പാവപ്പെട്ടവൻ്റെ കണ്ണുനീരെൻ്റെ മുറ്റത്ത് വീണിട്ടില്ല. പപ്പായ്ക്ക് കള്ളക്കണക്ക് എഴുതാനൊക്കെ കേട്ടോ. ആളുകളുടെ രൂപയൊക്കെ പിടിച്ചു വെക്കാനൊക്കെ കേട്ടോ. കൈക്കൂലി വാങ്ങിക്കാനൊക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ വാങ്ങിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കൈക്കൂലി വാങ്ങിക്കാതിരിക്കുന്ന കാര്യം. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു,
മക്കൾക്ക് വേണ്ടി നന്മ നേടി വെച്ചിട്ട് പോകണം, അവർക്ക് വേണ്ടി ശാപം വാങ്ങിച്ച് വെക്കരുത്. അബ്രഹാം കാരണം 400 വർഷം തലമുറകളോളം കഷ്ടം അനുഭവിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്താ കാരണം? അനുസരിച്ചവനെ അനുഗ്രഹിക്കുന്നവനായ ദൈവം, അനുസരണക്കേടിനെ ശപിക്കുന്നവനായ ദൈവം. അവൻ നീതിമാനാണ്, അവനത് ചെയ്തേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ആളുകൾ പറയാം, ആളുകളെ പേടിച്ചിട്ടല്ല, അതവൻ്റെ സ്വഭാവമായതുകൊണ്ടാണ് കേട്ടോ. ഹല്ലേലൂയ. 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്ന, എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു മിശ്രവിദാസി ഉണ്ടായിരുന്നു. അവൾ പ്രസവിച്ചില്ല. അവർക്കാ കുഴപ്പം കേട്ടോ. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. ചിലപ്പോൾ അബ്രഹാമിൻ്റെ കുഴപ്പമല്ല, പിന്നീട് നമുക്ക് കാണാം, അല്ല, സാറായുടെ കുഴപ്പം. 3 കാരണങ്ങൾ കൊണ്ടൊരു സ്ത്രീ പ്രസവിക്കാതെ ഇരിക്കാം. 1, ഭർത്താവിൻ്റെ കുഴപ്പം. 2, ഭാര്യയുടെ കുഴപ്പം. 3, 2 പേർക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മക്കളുണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അവിടെയൊക്കെ ചികിത്സ കൊണ്ടൊക്കെ കുറച്ച് പേർക്കൊക്കെ കിട്ടിയെന്ന് വരും, കിട്ടും. പക്ഷേ ചിലർക്ക് കിട്ടത്തില്ല. ഒരു കുഴപ്പമില്ലെങ്കിലും കിട്ടത്തില്ല. ഞാനൊരു ചോദിക്കുക, നിങ്ങളുടെ മരുമകൾ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പറയാം, അവിടെ കർമ്മദോഷമാണ് എന്ന് പറയൂ. ചിലരങ്ങനല്ല. ഗർഭിണിയായി കഴിയുമ്പോൾ അമ്മായിയമ്മയും ഭർത്താവും എല്ലാം വെരുട്ടാൻ നോക്കും. എടേ ആൺകൊച്ചുണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നീ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നാ പറയുന്നതിൻ്റെ അർത്ഥം. അമ്മച്ചി എന്താ കരഞ്ഞ് പ്രാർത്ഥിക്കാത്തത്? അമ്മച്ചി എന്തുകൊണ്ട് അവിടെ വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ല? അമ്മച്ചി എന്താ കരയാത്തത്? അപ്പച്ചനെന്താ കരയാത്തത്? ഭർത്താവ് എന്താ കരയാത്തത്? എനിക്ക് സ്ത്രീകളോടൊരു അനുകമ്പയുള്ള മനുഷ്യനാണ്. കാരണം എൻ്റെ അമ്മയൊരു സ്ത്രീയായിരുന്നു, എൻ്റെ സഹോദരിമാർ സ്ത്രീകളാണ്, എൻ്റെ ഭാര്യ സ്ത്രീയാണ്, എൻ്റെ പെൺമക്കൾ സ്ത്രീകളാണ്. അതുകൊണ്ട് എനിക്ക് ആ കരുണയുണ്ട്. കരയരുത്. ചിലയിടത്ത് അങ്ങനെയല്ല. പെൺമക്കളാണെങ്കിൽ പിന്നെ ശപിക്കും. 1-ാമത്തേത് പെൺമക്കൾ, അടുത്തത് ആൺകൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. അതെന്താ വരണ്ടാത്തത്? പെൺമക്കളായിപ്പോയാലോ? ഫിലിപ്പോസിന് 4 പെൺമക്കളുണ്ടായിരുന്നു. 4 പേരും അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ആ മക്കളെക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുന്നത് പെൺമക്കളാണെന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലല്ല, മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. നേരെ നടന്നാൽ. ആൺപിള്ളേർ നേരെ അല്ലെങ്കിലോ അതും തലവേദനയല്ലയോ? അതുകൊണ്ട് ആണായാലും പെണ്ണായാലും. ഇവിടെ സാറായിക്ക് മക്കളുണ്ടായിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു കറുത്ത വർഗത്തിലുള്ള ഒരു സ്ത്രീ. കറുത്തോ വെളുത്തോ ദൈവത്തിന് പ്രശ്നമല്ല, എനിക്കും പ്രശ്നമല്ല, ദൈവത്തിൻ്റെ കൃപ ഉണ്ട്. എൻ്റെ മക്കൾക്കും പ്രശ്നമല്ല, ദൈവത്തിൻ്റെ കൃപ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാഗാർ എന്നുള്ളൊരു മിശ്രീ ഉണ്ടായിരുന്നു. സാറാ അബ്രഹാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായുടെ വാക്കനുസരിച്ചു. ദൈവത്തിന് കുറ്റമിടുകയാണ്. ആരുടെ കുഴപ്പമാണെന്നറിഞ്ഞില്ല. ദൈവം അങ്ങനെ ആക്കിയതാണെന്ന് പറയരുത്, ദൈവത്തെ കുറ്റം പറയരുത് കേട്ടോ. എന്നെ ചിലർ പറയുന്ന പലരും പറഞ്ഞിട്ടുണ്ട് പഴയ കാലത്തില്ലയോ, എൻ്റെ 4 പ്രാവശ്യം തോറ്റ്. ഏതാണ്ട് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. എന്തുവാ? ബൈബിൾ സ്കൂളിൽ പോകണമെന്ന്. അതുകൊണ്ടല്ലേ 10 പ്രാവശ്യം 10-ാം ക്ലാസ് 10 പ്രാവശ്യം പല പ്രാവശ്യം തോറ്റെ, 12-ാം ക്ലാസ് പല പ്രാവശ്യം തോറ്റെ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിനക്ക് വരുന്ന ദോഷം ദൈവത്തിൻ്റെ തലയിലിടരുത്, അല്ലേ? തലയിലിടരുത്. മുമ്പോട്ട് പോകാം, എൻ്റെ പ്രസംഗം തീർക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സാറാ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു കാര്യം ചെയ്തായിട്ട് ദൈവം എൻ്റെ ഗർഭം അടച്ചിരിക്കുക, നീ അന്നത്തെ കാലത്ത് അങ്ങനെ പെർമിറ്റഡാണ്. പ്രസവിക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ത്രീ ആയിരിക്കും കുഞ്ഞിനെ എടുക്കുന്നത്, അത് എൻ്റെ കുഞ്ഞാണെന്ന് പറയും. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം മടിയിൽ വെച്ച് പറയും, മടിയിൽ വെച്ചിട്ട്, മനസ്സിലായല്ലോ അല്ലേ? മടിയിൽ വെച്ചിട്ട് പറയും, ഇതെൻ്റെ കുഞ്ഞാണ്. മക്കളുണ്ടെങ്കിലും പറയും. യാക്കോബ് യോസഫിൻ്റെ മക്കളെപ്പറ്റി അങ്ങനെ പറഞ്ഞു. അനുഗ്രഹിക്കുമ്പോഴും അവർക്ക് മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു മക്കൾ, പക്ഷേ അവർക്ക് മാത്രം കൊടുത്തു. അപ്പോൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനൊക്കെ മനസ്സിനകത്ത്. ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് കടലാസിനകത്ത് ഒപ്പിട്ടെങ്കിൽ മാത്രമേ എൻ്റെ മക്കളാണെന്ന് പറയാനൊക്കത്തുള്ളൂ. പക്ഷേ ആത്മികമായിട്ട് ഒരാൾ ചിലരുടെയൊക്കെ പറയും, ഞാൻ ഇതുവരെ ആ ചർച്ചിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എൻ്റെ കൂടെപ്പറപ്പേ, ഒരു കടലാസിനകത്ത് ഒപ്പിടുമ്പോഴാണോ മെമ്പർഷിപ്പ് ആവുന്നത്? അല്ല. നീ വാക്ക് പറയുമ്പോൾ, ഞാൻ ഇന്ന് തൊട്ട് ഈ സഭയിൽ വരുന്നു, ഈ സഭയിൽ മെമ്പറാണ്. ഞാൻ ചില സഭകളിൽ കണ്ടിട്ടുണ്ട്, ബന്ധുക്കോസ് സഭകളിൽ കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് പുതുതായിട്ട് വരുന്നവരെ മുമ്പോട്ട് വരുത്തിയിട്ട് അവരെ കുറച്ച് നാൾ കഴിഞ്ഞും വെച്ച് ഇനി ഞാൻ ഈ സഭയിലെ മെമ്പറാണോ എന്ന് കഴിയുമ്പോൾ അവരൊക്കെ ചോദിക്കും, ഈ സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് പോകാൻ തയ്യാറാണോ? ആണെന്ന് പറയുമ്പോൾ പറയും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇന്നു മുതൽ. അതൊരു നല്ല കാര്യമാണെന്നാണ് പറയുന്നത് കേട്ടോ, എൻ്റെ അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ വരുന്നവരെല്ലാവരും മെമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ് എൻ്റെ ഈ ദാസിയെടുക്കെ ചെന്നാട്ട് അവൾക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായിട്ട് സ്വീകരിക്കാം. അബ്രഹാം അങ്ങനെ ചെയ്തു. അബ്രഹാം ദൈവത്തോട് ചോദിച്ചില്ല.
അബ്രഹാമിന് ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു വേറൊരാളിൻ്റെയൊക്കെ പറഞ്ഞ് മറ്റുള്ള ദൈവദാസന്മാർക്ക് പറ്റിയ അബദ്ധമൊന്നും പറയാതിരിക്കുക നല്ലത്. അതെന്താ പറയേണ്ടത്? ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളും ആ കല്ലിൽ തട്ടി താഴെ വീഴരുതെന്ന് വിചാരിച്ചിട്ടാണ്, നമ്മളും ഈ കുഴിയിൽ പോയി ചാടരുതെന്ന് വിചാരിച്ചാണ്. ഒരിക്കൽ ഞാൻ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ മോട്ടോർ സൈക്കിളിനകത്ത് യാത്ര ചെയ്തു, പ്രാർത്ഥനയ്ക്ക് പോയതാണ്. ഞങ്ങൾ 4 സുവിശേഷ വേലക്കാരും ഒരു വെഹിക്കിൾ മെക്കാനിക്കും കൂടെ 5 പേര് 4 മോട്ടോർ സൈക്കിളിനകത്ത് വടക്കേ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയി, സകല സ്റ്റേറ്റിലും കൂടെ തിരിച്ചു വന്നു. 30 ദിവസം എടുത്തു ഞങ്ങൾ തിരികെ വന്നു. അപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, എൻ്റെ മുമ്പേ പോകുന്ന വണ്ടി വല്ലാതൊന്ന് കുലുങ്ങിയാൽ ഞാൻ സൂക്ഷിക്കണം. അതുപോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പാപം ചെയ്യാതിരിക്കാനാണ്, നമ്മൾ ഈ തെറ്റ് ചെയ്യാതിരിക്കാനാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ടാണ്. അബ്രഹാമിന് പറ്റിയത് വേറെ ചിലർക്കൊക്കെ പറ്റിയത് അറിയാം. അന്നൊരു സ്ത്രീ എടുക്കാനുള്ള അവകാശമുണ്ട്. വേണമെങ്കിൽ അബ്രഹാമിന് കല്യാണം കഴിക്കാമായിരുന്നു. പക്ഷേ ദാസിയെടുക്ക പോയി. അബ്രഹാം ദൈവത്തിൻ്റെയൊക്കെ ചോദിക്കാതെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് സംശയം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെയൊക്കെ ചോദിക്കണം. ഒരിക്കൽ എൻ്റെ ഒരു സഭയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദേവദാസൻ എനിക്ക് ഫോൺ ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി സഭകളുണ്ട് അവിടെ ഇവിടെയൊക്കെ വടക്കേരിയിൽ മുഴുവൻ. അപ്പോൾ എൻ്റെയൊക്കെ ഫോൺ ചെയ്തെന്ന് വെച്ച് പറഞ്ഞു, ഇങ്ങനെയാണ്. ഞാനൊരു ഉപദേശം കൊടുത്തു. അയ്യോ, അവരെൻ്റെയൊക്കെ പറഞ്ഞിരിക്കുന്നത് നാളെ രാവിലെ വരും, ഞാൻ മറുപടി കൊടുക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അയ്യോ, അവർക്ക് നാളെ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കൊച്ചു കള്ളം പറഞ്ഞു പാടില്ല. ഞാൻ പറഞ്ഞു, കൊച്ചു കള്ളം പറയരുത്. ഞാൻ കൊച്ചു കള്ളം പോലും പറയുന്നതിനെതിരാണ്. ഞാൻ പറഞ്ഞു പറയരുത്. അവരൊക്കെ പറഞ്ഞാൽ മതി, 3 ദിവസം കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി, തീർന്നു. അവർ കള്ളം പറയാൻ ഞാൻ അനുവദിച്ചില്ല. ഞാൻ ഈ നിൽക്കുന്ന കെട്ടിടത്തിനകത്ത് ഇവിടെ ഒരു ഓഫീസിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നോട്ടീസ് വന്നു, നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലണം, മറുപടി പറയണം. കാര്യം വളരെ സീരിയസാണ്. FCRAയുടെ കാര്യമാണ്, പണ്ടാണ് കേട്ടോ. FCRAയുടെ പ്രശ്നമാണ്. ഞാൻ ഇവിടുത്തെ ഒരു വക്കീലിനെ കണ്ടു. അച്ഛനാണ്, കത്തോലിക്കിലെ അച്ഛനാണ്. കത്തോലിക്കർക്ക് അങ്ങനെ ചില നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകണമെങ്കിലൊക്കെ കൂടെ വരാൻ ഒരാളുണ്ട്. പിന്നെ അത് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ നേരം അവിടുത്തെ ബിഷപ്പ് ഹൗസിലെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്ന ഒരാളിനെ ഞങ്ങളുടെ കൂടെ അയച്ചതാണ്. ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളവരെ പാൽപ്പൊടി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അവർ തന്നതുകൊണ്ടാണ് ഞാനും കുടിച്ചിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി. നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾ നല്ല കാര്യം പറയുന്നതിനകത്ത് നിങ്ങൾ പിണങ്ങരുത്. ഞാൻ നല്ല കാര്യം എന്ന് പറയും, ചീത്തക്കാര്യം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഡൽഹിയിലെ കത്തോലിക്കരുടെ ഒരു കൗൺസിലുണ്ട്, വക്കീലന്മാരുടെ. ഞാൻ അവിടെ ചെന്നു. എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു, വേറൊരു അച്ഛൻ വന്നു. ഞാൻ എൻ്റെ കടലാസുകളൊക്കെ കാണും. എൻ്റെ കൂടെ ജെയ്സുണ്ട്. ജെയ്സ് ഇപ്പം നാഗ്പൂരിലാണ്. ജെയ്സുണ്ട്. ഞങ്ങൾ കടലാസൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു, ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന്. മലയാളിയാണ്. പറഞ്ഞു, ഞങ്ങൾ ആരാണെന്നറിയാം. നിങ്ങൾ കള്ളം പറയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇക്കാര്യത്തിനകത്തൊരു കള്ളം പറഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. അവിടുത്തെ ഇൻകം ടാക്സ് കമ്മീഷണർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ കെട്ടിടം അവർ ജപ്തി ചെയ്തിട്ട് എൻ്റെ ഇന്ന് രൂപ വാങ്ങിക്കുമെന്ന്. കാര്യം വളരെ സീരിയസാണ്. ഇൻകം ടാക്സ് കമ്മീഷണർ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ സെക്കൻഡ് ഒപ്പീനിയൻ. എനിക്ക് രണ്ടാമതൊരു വക്കീലിനെ കൂടെ കാണണം. അപ്പോഴൊരു ആന്ധ്രക്കാരനൊരു വക്കീലും, അദ്ദേഹം അച്ഛനാണ്, പട്ടക്കാരനാണ്. അദ്ദേഹം വന്നു ഫ്രീ ആണ് ഉപദേശങ്ങളൊക്കെ കേട്ടോ. ഡൽഹിയിലുള്ളവരാരും കേൾക്കുന്നെങ്കിൽ ശ്രദ്ധയാണ് കേട്ടോ. നിങ്ങൾക്കൊരു കേസുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഉപദേശം തരും. കത്തോലിക്കരാണേലും പ്രൊട്ടസ്റ്റൻ്റുകാരാണേലും അക്രൈസ്തവരാണെങ്കിൽ പോലും. അദ്ദേഹം വന്നു. അദ്ദേഹം എന്നെ അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് നോ ഹൂ യു ആർ. മറ്റേ അച്ഛൻ ചെന്ന് വിവരം പറയത്തുമില്ല കേട്ടോ. അത് ചെന്ന് കഴിഞ്ഞ് അച്ഛൻ്റെയൊക്കെ പറഞ്ഞു, നിങ്ങൾക്കൊരു കള്ളം പറഞ്ഞേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ഞാൻ പറഞ്ഞു താങ്ക് യു പറഞ്ഞു ഇറങ്ങി വന്നു. ജെയ്സും ഞാനും കൂടെ ഒന്നിച്ച് നടക്കുക. ജെയ്സിൻ്റെ തോളെ കൂടെ ഞാൻ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ജെയ്സേ, ഞാൻ കള്ളം പറയത്തില്ല. എൻ്റെ ഈ കെട്ടിടം പോന്നെങ്കിൽ പോട്ടെ, 86 ലക്ഷം രൂപ ചിലവാക്കി ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ് ദൈവദാസം തന്നിട്ട് പണിത കെട്ടിടമാണിത്. എൻ്റെ കെട്ടിടം പോന്നെങ്കിൽ പോട്ടെ, എൻ്റെ കെട്ടിടമല്ല വലുത്, എൻ്റെ ആത്മാവിൻ്റെ അഭിമാനമാണ്, എൻ്റെ ആത്മാവിൻ്റെ സന്തോഷമാണ്. എനിക്കത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല. കെട്ടിടം പോന്നെങ്കിൽ പോട്ടെ. ജേഷൻ്റെയൊക്കെ ചോദിക്കാം. ഞാൻ കള്ളം പറഞ്ഞുമില്ല, എൻ്റെ കെട്ടിടം പോയുമില്ല, ഇപ്പോഴിവിടെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളും പാപം ചെയ്യരുത്. ദൈവത്തിൻ്റെയൊക്കെ ചോദിക്കണം. അറിയാൻ വയ്യാമെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററോട് ചോദിക്കണം. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കട്ടെ.
പലരും എൻ്റെയൊക്കെ പറയും വർഗീശ്വരൻ എൻ്റെ മെൻറ്ററായിരിക്കാം. ഞാനെങ്ങനെ ആയിരിക്കുന്നത്? മെൻറ്ററുടെ എൻ്റെ ഒരു പുസ്തകമുണ്ട്, ചെറിയൊരു പുസ്തകമുണ്ട്, മെൻറ്റോർ എന്നും പറഞ്ഞുകൊണ്ട്. ആ പുസ്തകം നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി വാങ്ങിക്കണം. 20 രൂപ കണ്ടേ ഉള്ളൂ. കൊച്ചൊരു പുസ്തകം, വളരെ നല്ല പുസ്തകമാണ്. ആരായിരിക്കണം മെൻറ്റർ ആര് എന്തിന് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വാങ്ങണം, മെൻറ്റോർ എന്ന് പറഞ്ഞ പുസ്തകം വായിക്കണം. ഇദ്ദേഹം ദൈവത്തിൻ്റെ ഒക്കെ ചോദിച്ചില്ല. വേറെ അന്നത്തെ കാലത്ത് മെൻറ്റർ ഉള്ള കാലവും അല്ല ചോദിച്ചത്. സാറയുടെ വാക്ക് അനുസരിച്ചു. അന്നേരം എന്തോ പറ്റി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയെ കൊടുത്തു. അവൻ ആഹാറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. ഒരാൾക്ക് നന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്മയില്ലാത്തവർ നിന്ദിതരാവരുത്. അത് ചിലപ്പോൾ വേലക്കാരിയായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ അടുക്കള വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ ദിവസവും വന്ന് പാത്രമൊക്കെ കഴുകി തുണിയൊക്കെ കഴുകി അല്ലെങ്കിൽ ചേമ്പിന് വളമൊക്കെ ഇട്ട് വെച്ച് പോകുന്ന സ്ത്രീക്ക്, മോൻ ഗൾഫിൽ പോയി നല്ലൊരു വീട് പണിതു, നിങ്ങളെക്കാൾ വലിയ വീടാണ്, അവൻ വരുന്നതും പോകുന്നതും ഒക്കെ കാറിനകത്ത്, ചിലപ്പോൾ അവന് മിണ്ടിയില്ല. അന്നേരം എന്താ പറയുക, എനിക്കറിയാം അവൻ്റെ അമ്മ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് പറയുമോ? ഹല്ലേലൂയ. എന്തിനാ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അറിയാമെങ്കിൽ ഞാൻ ചോദിക്കുക. അവൻ്റെ അമ്മ ജോലി ചെയ്തോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളെ വല്യമ്മച്ചയോ? ഇന്ന് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളുടെ, തിരുവിതാംകൂറിലുള്ള ക്രിസ്ത്യാനികളുടെ ഏകദേശം 95% ആളുകളുടെയും വല്യപ്പച്ചൻ്റെ അപ്പൻ, ഞാൻ പറഞ്ഞുതരാം, ആരുടെയെങ്കിലും നായന്മാരുടെയോ ബ്രാഹ്മണരുടെയോ ആശ്രിതരായിരുന്നു. വേലക്കാരല്ലായിരുന്നു, വേലക്കാരും ആയിരുന്നിരിക്കാം, ഒന്നുമല്ലെങ്കിൽ അവരുടെ ആശ്രിതരായിരുന്നു, വേലക്കാരുടെ ഇൻചാർജായിരുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ആളായിരുന്നു. നമുക്കും ഉണ്ട് ചരിത്രം കേട്ടോ. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി ക്രിമിനൽ ഹാസ് എ ഫ്യൂച്ചർ. കേട്ടാട്ടെ, എല്ലാ വിശുദ്ധന്മാർക്കും ഒരു പഴയ ചരിത്രമുണ്ട്, എല്ലാ കുറ്റവാളികൾക്കും നല്ലൊരു ഫ്യൂച്ചറുണ്ട് ക്രിസ്തുവിൽ. അതുകൊണ്ട് ഒരാളിനെ പറ്റി താഴ്ത്തിക്കെട്ടി പറയാൻ പാടില്ല. കണ്ടപ്പോൾ അവർക്ക് നിന്ദയായി. വേറൊരാളുടെ നന്മയുടെ സമയത്ത് നമ്മൾ നിന്ദിക്കാൻ പാടില്ല കേട്ടോ, നിന്ദിക്കാൻ പാടില്ല. അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. അപ്പോൾ ഭാര്യയെ കുറ്റം പറയുക, സാറാ കുറ്റം പറയുക, നീ അന്നാ ഉത്തരവാദി. അല്ല, നീ അല്ലയോ കൊടുത്തത്, അല്ലേ, നീ അല്ലയോ ഇത് ചെയ്യിച്ചത്. നമ്മുടെ ദേഷ്യം വരുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് നമുക്കറിയത്തില്ല. എനിക്കും ഭയമുണ്ട്, വാസ്തവത്തിൽ എൻ്റെ ഭയമുണ്ട്. എനിക്ക് ദേഷ്യം അങ്ങനെ വന്നാലും വെളിയിൽ അങ്ങനെ പ്രകടമാവത്തില്ല, പക്ഷേ അകത്ത് ദേഷ്യം കാണും. ആ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എന്തുവാ പറയുന്നത്? എൻ്റെ ഭാര്യയോട് പറയുന്നത്, എൻ്റെ കൂട്ടുവേലക്കാരോട് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ എൻ്റെ വായെ നിയന്ത്രിക്കുവാൻ, എൻ്റെ അധരങ്ങളെ നിയന്ത്രിക്കുവാൻ എനിക്ക് കൃപ തരണമേ. നിങ്ങളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവളും പറഞ്ഞു, എനിക്ക് നിനക്ക് മധ്യ ദൈവം യഹോവയെ കൊണ്ടുവരുവാനിടയ്ക്ക് ദൈവത്തിൻ്റെ ഒക്കെ ചോദിക്കാതാ ചെയ്തത്. എന്തിനാണ് യഹോവയെ കൊണ്ടുവരുന്നത്? ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം നിവർത്തിയില്ലാതെ വന്നപ്പോൾ അബ്രഹാം പറഞ്ഞു പോയതാണ്. എന്താണ് പറഞ്ഞത്? അബ്രഹാം ചെയ്യാൻ പാടില്ലായിരുന്നു. അബ്രഹാം സാറായുടെ നിന്റെ ദാസിൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്തു. 2 കാര്യമാണ്. അബ്രഹാം ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമതൊരു തെറ്റ് ചെയ്യുകയാണ്. എന്താണ്? ആ ദാസിയുടെ അവൾ നല്ലവളല്ലായിരുന്നു. ഹല്ലേലൂയ. നിൻ്റെ മരുമോള് നല്ലവളല്ലായിരുന്നു, നിൻ്റെ മകള് നല്ലവരല്ലായിരുന്നു, നിൻ്റെ കഴിക്കണം. അവളോട് കാഠിന്യം തുടങ്ങുമ്പോൾ അവളെ വിട്ടിട്ട് ഓടിപ്പോയി. ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാഠിന്യം തുടങ്ങരുത്. നിങ്ങളുടെ മരുമകളോട് കാഠിന്യം തുടങ്ങരുത്. നിങ്ങളുടെ വീട്ടുവേലക്കാരിയോട് കാഠിന്യം തുടങ്ങരുത്. നിങ്ങളുടെ മകളോട് കാഠിന്യം തുടങ്ങരുത് കേട്ടോ. നിങ്ങളുടെ ജോലിക്ക് വരുന്നവരോട് കാഠിന്യം കാണിക്കരുത്, ഒരിക്കലും കാണിക്കരുത്. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ആദ്യം പറഞ്ഞ വാചകം എന്താണ്? ഹല്ലേലൂയ എന്നായിരുന്നില്ല. നിങ്ങൾക്ക് സമാധാനമൊന്നും ആയിരുന്നില്ല. അത് സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ആദ്യം പറയുന്നത് നിനക്ക് സമാധാനം, അങ്ങനെയല്ല പറഞ്ഞു. ശാലോ എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞു? സ്ത്രീയെ നീ കരയുന്നത് എന്താ? അവളുടെ കണ്ണുനീരാണ് കണ്ടത്. ഞാനത് ആ പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന ഗുരുപാദങ്ങളിൽ ഒരു വേദപഠനം എന്നെഴുതി ഞാൻ പുസ്തകം, യോഹന്നാൻ 20-21 അധ്യായങ്ങളെപ്പറ്റി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. ഞാൻ ചിന്തിച്ചു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു ആദ്യം പറഞ്ഞ വാചകം എന്താണ്? സ്ത്രീയെ നീ കരയുന്നത് എന്താ? ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ കുറ്റം കൊണ്ട് എൻ്റെ ഭാര്യ കരയാൻ പാടില്ല. ചിലപ്പോൾ വഴക്ക് പറഞ്ഞെന്ന് വരും. അടിച്ചിട്ടില്ല, പണ്ടങ്ങാണ്ട് അടിച്ചതാണ് കേട്ടോ. അടിച്ചിട്ടില്ല. എൻ്റെ കുറ്റം കൊണ്ട് എൻ്റെ ഭാര്യ കരയാൻ പാടില്ല. എൻ്റെ കുറ്റം കൊണ്ട് എൻ്റെ മരുമകൾ കരയാൻ പാടില്ല. എൻ്റെ കുറ്റം കൊണ്ട് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന വേലക്കാരി കരയാൻ പാടില്ല. കാരണം യേശു കാണുന്നത് കരയുന്ന ഒരു സ്ത്രീയുടെ കണ്ണുനീരായിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. അവൾ വീട്ടിൽ ഓടിപ്പോയി. ഹല്ലേലൂയ.
8-ാമത്തെ വാക്യം, സാറായുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. സാറായുടെ ദാസിയായ ഹാഗാറെ, ഈ വാക്യം പറഞ്ഞ് ഈ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ സാറായിയുടെ ദാസിയ ഹാഗാറെ എന്നങ്ങ് വിളിച്ചാൽ പോരാ. കേട്ടോ, ഒന്നുകൂടെ കേട്ടോ. സാറായിയുടെ ദാസിയായ ഹാഗാറെ എന്നെന്തിനാ വിളിക്കാൻ കാര്യം? അവൾ സാറായെ വിട്ടിട്ട് പോരുന്നിട്ടും ആ ആത്മീക ബന്ധം മുറിഞ്ഞിട്ടില്ല. സലാം പറയാതാ വന്നത്, യാത്ര പറയാതാ വന്നത്. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ പോവാ കൊച്ചമ്മ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിട്ടല്ല പറഞ്ഞത്, ഓടിപ്പോയതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയുടെ പ്രവർത്തകരാണെങ്കിൽ, ഏതെങ്കിലും സഭയുടെ ഒരു മെമ്പറാണെങ്കിൽ, ആ സഭ വിട്ടും വെച്ച് വേറൊരു സഭയ്ക്ക് പോകണോ? പോരുത്, അവിടെ തന്നെ നിൽക്കണം. പക്ഷേ പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ആത്മീകമായിട്ട് വളരുന്നില്ല, അവിടുത്തെ ഉപദേശം ശരിയാണെന്ന് തോന്നിയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയല്ല എന്ന് തോന്നി, നിങ്ങൾക്ക് സഭ മാറാം, അനുവാദമുണ്ട്. വേദ പുസ്തകത്തിനകത്തുണ്ട്. ഇവിടെ പക്ഷേ അവരോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ പോരാവൂ കേട്ടോ. ഹല്ലേലൂയ. നാളുകൾ കുറേ കഴിഞ്ഞു. അബ്രഹാമിനും ഒരു മകനുണ്ടായി, ഇസ്ഹാക്ക്. ഇസ്മായേലും വളർന്നു. ഇസ്മായേൽ ഇസ്ഹാക്കിനെ കഷ്ടപ്പെടുത്താൻ തുടങ്ങി, കുത്താൻ തുടങ്ങി, അതും പറയാൻ തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, കേട്ടാട്ടെ, അവിടെ വിട്ടാട്ടെ, അവളെ പറഞ്ഞയച്ചാട്ടെ, സാറ പറഞ്ഞതുപോലെ പറഞ്ഞയച്ചാട്ടെ. അവൾ പോയി. വഴിയിലായി കഴിഞ്ഞപ്പോൾ ആ കൊച്ചൻ വെള്ളം കിട്ടാതെ വിഷമിച്ചു. ആ കൊച്ചനെ ഞാൻ വായിക്കാം. അവൾ പോയി. 14 മുതൽ 21-ാം അധ്യായത്തിൻ്റെ 14 മുതൽ. അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ പറഞ്ഞയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടായി എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന ഉറക്ക കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ നിനക്കെന്താ, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നേരത്തെ വിളിച്ചതപ്പോൾ എന്താ പറഞ്ഞ്? സാറായിയുടെ ദാസിയായ ഹാഗാറെ. എന്നാൽ യാത്ര പറഞ്ഞ്, മാന്യമായി യാത്ര പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, അബ്രഹാം പറഞ്ഞ് അയച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ ബലമായ വിശ്വാസം, അത് പിന്നീട് ഞാൻ പറയാം, എൻ്റെ ബലമായ വിശ്വാസം അബ്രഹാം കൂടാരത്തിലോട്ട് വിളിച്ചു കാണും. അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അയച്ചു കാണും. അങ്ങനെ യാത്ര പറഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സാറായിയുടെ ദാസിയല്ല. മനസ്സിലായോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ ആരാധിക്കുകയാണെങ്കിൽ കേട്ടോ, അപ്പൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്തും യാത്ര പറഞ്ഞ് വിരിയണം. അപ്പച്ചൻ യാത്ര പറഞ്ഞിരിക്കണം, അപ്പച്ചൻ അനുഗ്രഹിച്ച് അയച്ചിരിക്കണം. ചില ദൈവദാസന്മാർ പറയും, ചില അപ്പന്മാരും പറയും, ഞാൻ അനുഗ്രഹിക്കത്തില്ല, ഞാൻ യാത്ര പറയത്തില്ല, നീ പോടാ, നിനക്ക് മുടിഞ്ഞു പോകും. അങ്ങനെ ചെയ്യല്ലേ അപ്പച്ച, അങ്ങനെ ചെയ്യല്ലേ ദൈവദാസ, അങ്ങനെ ചെയ്യല്ലേ സൺഡേ സ്കൂൾ ടീച്ചറെ. പിന്നെ എന്ത് വേണം? അനുഗ്രഹിച്ചയക്കുക. ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. എൻ്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും എൻ്റെ കണ്ണുനീര് താഴെ വീഴത്തില്ല. കാരണം രക്തം താഴെ നിലവിളിക്കും, കണ്ണുനീര് നിലവിളിക്കും. അതുകൊണ്ട് കരയാൻ പാടില്ല. ഇതാണ് എൻ്റെ അവസാനത്തെ പോയിന്റ്. അബ്രഹാമിൽ നമുക്ക് പഠിക്കാം, ഹാഗാറിൽ നമുക്ക് പഠിക്കാം, ഇസ്മായിൽ നമുക്ക് പഠിക്കാം, ഇസാക്കിൽ നമുക്ക് പഠിക്കാം. എന്താണ്? യാത്ര പറഞ്ഞു പിരിയണം, അല്ലെങ്കിൽ ആ ബന്ധം അവിടെ കിടക്കും. ഹല്ലേലൂയ. കണക്ക് കൂട്ടുമ്പോൾ എന്ത് പറയുന്നത്? അവൻ IPC-കാരനായിരുന്നു, ഇപ്പോൾ എവിടെ? ഇപ്പം അസംബ്ലീസ് ഓഫ് ഗോഡുകാരനാണ്. അവൻ ഏതാണ്? മർത്തോമക്കാരനായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡിലാണ്. യാത്ര പറഞ്ഞിട്ടാണോ പിരിഞ്ഞത്? ഇല്ലെങ്കിൽ പോയിട്ട് യാത്ര പറയണം. എനിക്ക് എവിടെയോ അബദ്ധം പറ്റി, പക്ഷേ ഇന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാട്ടെ. അവരനുഗ്രഹിച്ചിരിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ കണ്ണൂരിൽ പ്രസംഗിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞുടനെ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, അങ്കളെ, ഇന്ന് വരെ എന്നെ ആരും അനുഗ്രഹിച്ചിട്ടില്ല, എൻ്റെ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, എൻ്റെ അമ്മാവൻ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വിട്ട് ആ വിശ്വാസമൊക്കെ വിട്ടുവെച്ച് പെന്തിക്കോസ് സഭയിൽ വന്നു, പക്ഷേ ഇവിടുത്തെ ആരും എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. അങ്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ചിലർ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോഴേ ഞാൻ പറയും, അല്ല, എനിക്ക് തലയിൽ കൈവെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ചൂട് നിനക്ക് കിട്ടട്ടെ, എൻ്റെ വേർപ്പിൻ്റെ മണം നിനക്ക് കിട്ടട്ടെ, എന്നിലുള്ള നല്ല ഗുണങ്ങൾ നിനക്ക് കിട്ടട്ടെ. ഞാൻ ആരെയൊക്കെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിനകത്ത് 99% ആളുകളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെ കെട്ടിപ്പിടിക്കാൻ ഒക്കത്തില്ല, പക്ഷേ നിങ്ങളെ കയ്യെ പിടിക്കാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്മാരെ ഞാൻ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നിങ്ങളെ കാണാനൊക്കത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. സഹോദരി, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. സഹോദരൻ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആരോടെങ്കിലും യാത്ര പറയാതെ വന്നിട്ടുണ്ടോ?
അപ്പനോട് യാത്ര പറയാതാണോ ഇറങ്ങിപ്പോരുന്നത്? അമ്മായിയപ്പനോട് യാത്ര പറയാതാണോ ഇറങ്ങിപ്പോരുന്നത്? പാസ്റ്ററോട് യാത്ര പറയാതാണോ ഇറങ്ങിപ്പോരുന്നത്? ഇന്ന് പോയിട്ട് യാത്ര പറയണം കേട്ടോ. ഇതാ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ആരോഗ്യം എന്നെ കെട്ടിപ്പിടിച്ചാട്ടെ, വിശ്വാസത്തിനകത്ത് കെട്ടിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന പോലെ എന്നെ കെട്ടിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു, ഒരു ദൈവദാസൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു, ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു, ഒരു സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു, ഒരു അധ്യാപകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. ഞാൻ ഒരു ടീച്ചറാണല്ലോ കർത്താവ്, അതുകൊണ്ട് ഞാൻ അവരെ ബൈബിൾ ടീച്ചറാണ്, അതുകൊണ്ട് ഒരു അധ്യാപകൻ്റെ സ്ഥാനത്ത് കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് എൻ്റെ കൂടെ അനേകം പേര് പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ തന്നെ അനേകം പേര് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് ആസ് എ എംപ്ലോയർ ഐ ബ്ലസ് ദം. ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഹല്ലേലൂയ കർത്താവ് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഏതെങ്കിലുമൊക്കെ കെട്ടുകളുണ്ടെങ്കിൽ കർത്താവ് അവർ ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ അവർ അനുഗ്രഹം പ്രാപിക്കണം. പക്ഷേ ഇന്ന് ഞാൻ അഡ്വാൻസായിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാകട്ടെ. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കെട്ടുകളെ ഞാൻ പൊട്ടിക്കുന്നു. അനുഗ്രഹം പ്രാപിക്കുക. സാറായുടെ ദാസി അല്ല നീ, അബ്രഹാമിൻ്റെ ദാസി അല്ല നീ, വർഗീസിൻ്റെ ദാസി അല്ല നീ. നീ ഇന്ന് സ്വതന്ത്രനായിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹം പ്രാപിക്കുക. ഇന്ന് വിടുതൽ പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരെങ്കിലും കെട്ടുകൾ പൊട്ടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ അതിനു വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ പോയി വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ, നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വാസ്തവത്തിലൊരു വിടുതൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് വിടുതൽ ഉണ്ടാകട്ടെ, നിങ്ങളുടെ വരുമാനത്തിന് വിടുതൽ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ഭൂമിക്ക് വിടുതൽ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ആരോഗ്യത്തിന് വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വിടുതലിൻ്റെ ദിവസം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.